വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അജ്ഞാതന്മാരുടെ വിളയാട്ടമാണ് പാകിസ്ഥാനിൽ നടക്കുന്നത്. പാകിസ്ഥാനിൽ ഇന്ന മേഖലയെന്നൊന്നുമില്ല, ഖൈബർ പഖ്തൂൺ എന്നില്ല, സിന്ധ് എന്നില്ല, പഞ്ചാബ് എന്നില്ല, ബലൂചിസ്ഥാൻ എന്നില്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാ സ്ഥലത്തും ഒരേ രീതിയിലുള്ള ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം അഫ്രീദി എന്ന് പറയുന്ന ഇന്ത്യ നോട്ടമിട്ട ഒരു ലഷ്കർ ഇ ത്വയ്ബയുടെ കമാൻഡർ അവനെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് അജ്ഞാതർ. ഈ അജ്ഞാതർ വെടിവെച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ അജ്ഞാതർ ആരാണെന്ന് അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇത് നമുക്ക് താലിബാൻ ആണെന്നും പറയാൻ സാധിക്കില്ല. താലിബാൻ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. അങ്ങനെ അഫ്രീദിയെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞ ശേഷം ഇന്ന് രാവിലെ ഡൽഹിയിൽ രഹസ്യമായിട്ട് ഒരു വിമാനം പറന്നിറങ്ങുകയാണ്. ആ വിമാനത്തിനകത്തു നിന്നും ഒരു കൊടും ഭീകരനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ്. ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ വലിയ നയതന്ത്ര വിജയമായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. രഹസ്യമായിട്ടാണ് ഇവനെ കൊണ്ടുവരുന്നത്. ഭീകരവാദം, പിന്നെ ഈ ഡ്രഗ്സിന്റെ കള്ളക്കടത്ത്, പിന്നെ നമ്മുടെ രാജ്യത്ത് പല ഭീകരവാദവും ആസൂത്രണം ചെയ്തതിന്റെ ഒരു സെറ്റപ്പ്, പിന്നെ ഈ കള്ളനോട്ടടി. അപ്പൊ ഇതെല്ലാം ഇവനിൽ നിന്ന് പല കാര്യങ്ങളും നമ്മുടെ കേന്ദ്ര സേനയ്ക്കും പട്ടാളത്തിനും പിഴിഞ്ഞെടുക്കാനുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇവൻ ദാവൂദ് ഇബ്രാഹിമിന്റെ അടുത്ത കൈയാണ്. ഇവന്റെ പേര് സലീം ഡോള എന്നാണ് ഇവന്റെ പേര്. അപ്പൊ ഇവനെയാണ് ഇന്ന് രാവിലെ അന്താരാഷ്ട്ര ഏജൻസികളുമായി ഏകോപിപ്പിച്ച ഒരു പ്രവർത്തനത്തിന് ശേഷം പ്രത്യേക വിമാനത്തിൽ രഹസ്യമായി ഡൽഹിയിൽ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നത്. ഇവനെ കൊണ്ടുവന്ന് ഇറക്കി ഇവനെ കേന്ദ്ര സേനകൾക്ക് കൈമാറുന്നതുവരെ ഈ വിഷയം ആരും അറിഞ്ഞിട്ടില്ല. ഞാൻ ഇത് പറയാൻ കാരണം രഹസ്യമായിട്ടാണെങ്കിൽ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്നുള്ള ചോദ്യം വരും. അപ്പൊ അതുവരെ ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. ഇത് മോദിയുടെ വലിയൊരു നയതന്ത്ര വിജയമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. എങ്ങനെ കാണുന്നു ഈ സിറ്റുവേഷൻ? ഇത് നമ്മളും അതിൽ ഒട്ടും വിഭിന്നരല്ല. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ടാണ് ഒരുപാട് വാർത്തകൾ ഈ പാകിസ്ഥാനിൽ അജ്ഞാതരും മറ്റും നടത്തുന്ന ഒരുപാട് വാർത്തകൾ ഉണ്ടായിരുന്നു. അതായത് ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, അജിത് ഡോവൽ എന്ന പേര് ഒരുപക്ഷെ നമ്മുടെ രാജ്യം ശ്രദ്ധിച്ചു തുടങ്ങുന്നത് 2014 ശേഷമാണ്. അദ്ദേഹം ദേശീയ ഉപദേഷ്ടാവായതിനു ശേഷമാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ആ പേര്. അതിനു മുമ്പ് അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ഉയർന്ന പോസ്റ്റുകൾ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തലപ്പത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ പോലും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് 2014 മുതൽ നരേന്ദ്രമോദി കയറിയതിനു ശേഷം നമ്മുടെ ഫോറിൻ പോളിസികളായാലും നമ്മൾ ടെററിസ്റ്റുകളോട് കാണിക്കുന്ന സമീപനത്തിലായാലും പാകിസ്ഥാനോട് കാണിക്കുന്ന സമീപനത്തിലായാലും ഒക്കെ അടിമുടി മാറ്റം വരുത്തും. പാടെ മാറ്റിമറിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് ഈ അജ്ഞാതന്മാരെ കേട്ടു തുടങ്ങുന്നത്. നമ്മളുടെ രാജ്യം നോട്ടമിട്ടിട്ടുള്ളത്, അത് കണ്ടഹാർ വിമാനം റാഞ്ചിയ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ മുംബൈ ഭീകരാക്രമണത്തിലെ പ്രതികളുണ്ട്. അവരൊക്കെ പലരും വയസ്സായി പോയവരുണ്ട്, നല്ല പ്രായമുള്ളവരുണ്ട്. ഈ കണ്ടഹാർ വിമാനം റാഞ്ചിയിലേക്ക് അതിനകത്തുള്ള ഭീകരനൊക്കെ നല്ല പ്രായമുള്ളവരാണ് വെടിവെച്ച് വന്നത്. അപ്പൊ ഇങ്ങനെയുള്ളവരുണ്ട്. അതുപോലെ തന്നെ ഖാലിസ്ഥാൻ, കാനഡയിലെ ഖാലിസ്ഥാൻ ഭീകരരുണ്ട്. അതിൽ ആകെ രക്ഷപ്പെട്ടിട്ട് അജ്ഞാതന്റെ കയ്യിൽ രക്ഷപ്പെട്ടിട്ടുള്ള ഒരാൾ പന്നു മാത്രമാണ്, ഗുർബേന്ദ്ര സിംഗ് പന്നു. സിഖ് ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്ന സംഘടനയുടെ തലവൻ അദ്ദേഹമാണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് അമേരിക്കയിൽ നിന്ന്. അപ്പം ആ ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ തീർന്നു പോകുന്നു. ഒപ്പം തന്നെ ഇപ്പൊ ഈ അഫ്രീദിയുടെ മരണം വളരെ രസകരമായിട്ട് തന്നെയാണ് ആ വാർത്ത നമുക്ക് തോന്നുന്നത്. കാരണം ഇതിന് തൊട്ട് ഒരാഴ്ചക്ക് മുമ്പ് മറ്റൊരു ഭീകരനെ കൊന്നിരുന്നു. ഇന്ത്യ നോട്ടമിട്ടിരുന്ന ലഷ്കർ ഇ ത്വയ്ബയുടെ മറ്റൊരു തലവനെ കൊന്നിരുന്നു. പക്ഷെ ആ തലവൻ ചത്തില്ല. ആ തലവന് ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിലാണ്. ഇത്തവണ അജ്ഞാതർ അതുകൊണ്ട് 22 റൗണ്ട് വെടിയാണ് ഈ അഫ്രീദിക്ക് നേരെ ഉതിർത്തത്. അത് മരിച്ചു എന്ന് ഉറപ്പാക്കിയിട്ടാണ് അവർ പോയത്. കാരണം കഴിഞ്ഞ തവണ വെടിവെച്ചിട്ടും മരിച്ചില്ലല്ലോ, സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ്. അപ്പൊ ഇത്തവണ അത് ഉണ്ടാകരുതെന്ന് കരുതിയിട്ട് ചുറ്റും വളഞ്ഞു നിന്ന് 22 റൗണ്ട് വെടി ഉതിർത്ത് പൂർണ്ണമായും തീർന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അജ്ഞാതർ പോയിരിക്കുന്നത്. അപ്പം ഇതാണ് അവിടെ നടക്കുന്ന ഒരു കാര്യം. അതായത് ഇപ്പോഴത്തെ പാക് ഭരണകൂടത്തിന് അവരുടെ പോലീസിനെ പോലും വിശ്വാസമില്ല. പോലീസും കൂടെ ഒത്താശ ചെയ്തിട്ടാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് അവർ കരുതുന്നത്. കാരണം കൃത്യമായിട്ട് തന്നെ റൂട്ടും മാപ്പും കൊടുക്കുന്നു. പട്ടാപ്പകൽ വന്ന് വളരെ കൂളായിട്ട് കൊന്നിട്ട് പോകുന്നു. ഇതാണ് പോലീസിന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ പോലീസ് ഏതാ, ചാരന്മാരേതാ, ശത്രുക്കൾ ഏതാന്ന് തിരിച്ചറിയാൻ പറ്റുന്ന സ്ഥലകാല വിഭ്രമത്തിൽ നിൽക്കുന്ന ഒരു സർക്കാർ. അതിനിടയിലാണ് ഏറ്റവും വലിയ വാർത്തയാണ് ഇപ്പൊ ധനുഷ് പറഞ്ഞ ഒരു വാർത്ത. ഈ ദാവൂദ് ഇബ്രാഹിം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം നോട്ടമിട്ട് ഇരിക്കുന്ന ഒരു പ്രധാന മുംബൈ ഭീകരാക്രമണത്തിന്റെ നട്ടല്, ഈ രാജ്യത്തെ കള്ളനോട്ട് ഇറക്കിയതിൽ ഒരു വലിയ ഈ രാജ്യത്തിന്റെ സാമ്പത്തിക തകർച്ചകൾക്ക് പങ്കുവഹിച്ച, അത് ഇപ്പോഴല്ല, അതിനു വേണ്ടിയിട്ട് ആക്കം കൂട്ടിയ ഒരു വലിയ ക്രിമിനൽ ഡോണ്. ഈ ഡോണിനെ തപ്പിയാണ് 2014 അധികാരത്തിലേറിയ നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ യാത്ര ആരംഭിച്ചത്. അയാളുടെ വലങ്കൈകളെല്ലാം കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഡോള എന്ന് പറയുന്ന ആ ഭീകരൻ, ഇദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത വലങ്കൈയാണ്. നല്ല പ്രായമുണ്ട്, ആ ഫോട്ടോയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. നല്ല ഏജിലായിട്ടൊരു മനുഷ്യനാണ്. ആ വ്യക്തിയെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഈ കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും മികച്ച നേട്ടങ്ങളൊന്ന്. കാരണം അത് ഈ ദാവൂദും മറ്റുമൊക്കെ ഇന്റർനാഷണൽ ക്രിമിനലാണ്. അപ്പം ഇന്റർനാഷണൽ ക്രിമിനൽ ആയതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളുടെ കാരണം ഇവരുടെ ഒരു സാമ്രാജ്യം എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. പാകിസ്ഥാനിൽ ഇവരുടെ ഷെൽട്ടർ മാത്രമാണ്.
ഇവർക്ക് സേഫ് ആയിട്ട് കഴിയാനുള്ള ഷെൽട്ടർ മാത്രമാണ്. ബാക്കിയുള്ളിടത്ത് എന്ന് പറഞ്ഞാൽ ദുബായ് അടക്കമുള്ളിടത്തൊക്കെയാണ് ഇവിടെ സാമ്രാജ്യങ്ങൾ, മയക്കുമരുന്ന് സാമ്രാജ്യവും കള്ളനോട്ടടി സാമ്രാജ്യവും മറ്റ് ഹവാല ഇടപാടുകളും ഒക്കെ ഇങ്ങനെ വിദേശ യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ആയിട്ട് വളർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു സാമ്രാജ്യമാണ്. ആ സാമ്രാജ്യത്തിൽ നിന്നാണ് ഇപ്പോൾ ഈ പാർട്ടിയെ പൊക്കി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഇയാള് പറയുന്ന, നമ്മൾ കണ്ടതാണ്, റാണയെ ഇവിടെ കൊണ്ടുവന്നു, റാണയെ കൊണ്ടുവരത്തില്ല എന്ന് ഇവിടെ പലരും പറഞ്ഞിരുന്നു. റാണ ഇവിടെ വന്നതിന് ശേഷം പുഷ്പം പോലെ ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ റാണയെ നമ്മൾ അമേരിക്കൻ ജയിലിൽ നിന്ന് ഇവിടെ എത്തിക്കുകയുണ്ടായി. ഇപ്പോഴത്തെ അടുത്ത ആളെയും നമ്മളിവിടെ കൊണ്ടുവരും, ദാവൂദിന്റെ ഏറ്റവും അടുത്ത വലങ്കയെ കൊണ്ടുവരും. ഒരു ഗംഭീരമായ വാർത്ത എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ ഈ അടുത്ത കാലത്ത് നടന്ന ഒരു നല്ല നയതന്ത്ര നീക്കം, ഒപ്പം തന്നെ നമ്മുടെ അന്വേഷണ ഏജൻസികൾ നടത്തിയ മികച്ച ഒരു നീക്കം എന്ന് തന്നെ പറയേണ്ടി വരും. സത്യത്തിൽ ഇപ്പം ഈ ദുരന്തർ സിനിമയാണോ ഒന്നാമത് നിൽക്കുന്നത്, അതോ ഇപ്പോൾ ലൈവായിട്ട് നിൽക്കുന്ന ഈ അജ്ഞാതന്മാരും ഇവരും ഒക്കെയാണോ ഇപ്പോഴത്തെ സിനിമ ഏതാണ് റിയൽ ഏതാണ് എന്ന് റീലും തിരിച്ചറിയാൻ വയ്യാത്ത ഒരു രീതിയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ദുരന്തർ സിനിമയൊന്നും അല്ല എന്നാണ് തോന്നുന്നത്. അതിനകത്തൊന്നും കാണിച്ചിട്ടില്ല. കാരണം അതിനേക്കാൾ ഗംഭീരമായിട്ടാണ് ഇപ്പൊ കാര്യം നടക്കുന്നത്. ഒരു വിമാനം ഇവിടെ എത്തുന്നു, അതിനകത്തുനിന്ന് ഒരു കൊടും കുറ്റവാളി ദാവൂദിന്റെ വലങ്കൈ, ഒരിക്കലും ആരും പ്രതീക്ഷിച്ചിട്ടില്ല ദാവൂദിന്റെ സാമ്രാജ്യത്തിൽ കടന്നു കയറി ദാവൂദിന്റെ വലങ്കൈയെ ഇവിടെ എത്തിക്കാൻ പറ്റുമെന്ന്. അത് സുന്ദരമായി എത്തിക്കുകയാണ്, അതും സിനിമയിലല്ല, റിയൽ ആയിട്ട് തന്നെ. അതുപോലെ തന്നെ ദുരന്തത്തിൽ കാണിക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ടാണ് പാകിസ്ഥാന്റെ തെരുവോരങ്ങളിൽ ഈ ഭീകരന്മാരെ ചുറ്റും വളഞ്ഞു നിന്ന് ഈ 22 റൗണ്ട് വെടിയുതിർത്ത് മരിച്ചു എന്ന് ഉറപ്പാക്കിയതിനു ശേഷം കൂളായിട്ട് നടന്നു പോകുന്ന അജ്ഞാതരെ നമ്മൾ കാണുന്നത്. സിനിമയിൽ നമ്മളിത് ഇതിന്റെ അത്രയൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് സിനിമയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് സിനിമയല്ല, റിയൽ ആണ്. അപ്പം ഇത്തരം കാഴ്ചകളാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ ഒരു വാർത്തകൾക്കിടയിൽ ഇതൊക്കെ മുങ്ങിപ്പോകുമായിരുന്നു. പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇത്തരം നാഷണൽ ഇന്റർനാഷണൽ ന്യൂസുകൾ അറിയണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടും അവരെ അറിയിക്കണമെന്നുള്ള ബാധ്യത നമുക്കുള്ളത് കൊണ്ടുമാണ് നമ്മൾ ഇത്തരം വാർത്തകൾ തെരഞ്ഞെടുക്കുന്നതും അത്തരം വാർത്തകൾ നൽകുന്നതും. കാരണം ഇത് എത്ര മാധ്യമങ്ങൾ ഇത് നൽകുമെന്നറിയില്ല. ഒരുപക്ഷെ നാളെ മറ്റന്നാളൊക്കെ മറ്റു മാധ്യമങ്ങൾ നൽകുമായിരിക്കും. പക്ഷെ വലിയ ഗംഭീരമായ ഒരു വാർത്തയാണിത്. ദാവൂദിനെ പൂട്ടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ദാവൂദ് ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നൊരു സംശയം കൂടെ ഉണ്ട് കേട്ടോ. ഒരു വാർത്ത ചർച്ച ചെയ്തത് ദാവൂദ് സിൻഡിക്കേറ്റിന്റെ ഒരു ആഹ്വാനം വന്നിരുന്നല്ലോ. അതായത് അതിർത്തികളെല്ലാം ശക്തിപ്പെട്ട് കഴിഞ്ഞു, ഇനി കള്ളനോട്ട് അതുവഴി കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ രാജ്യത്തിനകത്തുള്ള ദാവൂദ് സിൻഡിക്കേറ്റിന്റെ അനുയായികൾ നിങ്ങൾ അകത്ത് കള്ളനോട്ടടിക്കണം. അതിൽ ഹിന്ദുക്കളുണ്ടായിരിക്കും, മുസ്ലിങ്ങളുണ്ടായിരിക്കും, ക്രിസ്ത്യാനികളുണ്ടായിരിക്കും. അപ്പോൾ അകത്ത് കള്ളനോട്ടടിക്കണം എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നില്ല. അപ്പൊ അതിന് പിന്നാലെയാണ് ഇയാളെ പിടിച്ചുകൊണ്ട് വന്നത് എന്നുള്ളത് കൂടി ഇതിനോട് ചേർത്ത് വായിക്കപ്പെടേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിയാണ്. അത് മാത്രവുമല്ല, വളരെ ഇതായിട്ടുള്ളൊരു വാർത്ത തന്നെയാണിത്. ഇത് ഗംഭീരമായ ഒരു വാർത്ത എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ദാവൂദിനെ പൂട്ടി എന്നുള്ള, ഞാനതാ നേരത്തെ പറഞ്ഞത്, ദാവൂദ് ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല. കാരണം അദ്ദേഹത്തിന് എന്തൊക്കെയോ മാരകമായ രോഗങ്ങളായിരുന്നു, അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആണ് എന്നൊക്കെയുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നു. ഇപ്പൊ ദാവൂദ് ഉണ്ടെങ്കിൽ നല്ല ഏജ് ആയിട്ടുണ്ട് ധനുഷ്. ഇപ്പോഴും നമ്മുടെ പത്രങ്ങളൊക്കെ ദാവൂദിന്റെ യങ് ആയിട്ടുള്ള ഫോട്ടോയാണ് കാണിക്കുന്നത്. പത്രങ്ങളിലും ചാനലിലൊക്കെ ദാവൂദ് ആ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരുന്ന മിടുക്കനായിട്ടിരിക്കുന്ന കാലത്തെ ഫോട്ടോയാണ് കാണിക്കുന്നത്. ഇപ്പൊ ശരിക്കും നല്ല പ്രായമായിട്ടുണ്ടാകും. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല എന്നുള്ളതിനെ കുറിച്ച് ചർച്ച. പാകിസ്ഥാൻ പറയുന്നത് ഇല്ലെന്നല്ല പറയുന്നത്, ഞങ്ങളുടെ ഇവിടെ ഇല്ല എന്നാണ് അദ്ദേഹം പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അതും അറിയില്ല. ഇനിയിപ്പം എന്താണ്, ആ വയോധികനാണോ ഇനി? പക്ഷെ ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ നമ്മൾ ആ വാർത്തയും കേൾക്കേണ്ടി വരും, ദാവൂദിനെ അജ്ഞാതര് തട്ടി എന്നുള്ളത്. കാരണം അതിന്റെ വാതിലിൽ വരെ എത്തിയതാണ്. തലനാരിഴയ്ക്കാണ് ദാവൂദ് രക്ഷപ്പെട്ടത്. അദ്ദേഹത്തെ താമസിപ്പിച്ചിരുന്ന ഈ സൈനിക താവളത്തിനടുത്തൊരു വളരെ സേഫ് സ്ഥലത്തായിരുന്നു. അതിന്റെ അടുത്ത ഒരു കാറിനകത്ത് ചാവേർ ബോംബ് ആക്രമണം നടന്നിരുന്നു. പക്ഷെ തലനാരിഴയ്ക്ക് അന്ന് ദാവൂദ് രക്ഷപ്പെട്ടു എന്നാണ് വാർത്തകൾ വരുന്നത്. പക്ഷെ അത് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു, 4-5 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ആ വാർത്ത വന്നിരുന്നത്. ഏതായാലും സിനിമയെ വെല്ലുകയാണ് ഇപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും എന്നൊക്കെ പറയാതിരിക്കാൻ വയ്യ.